ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയുടെ ഫോട്ടോയും കൈപിടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വരുൺ. എന്താ വരുൺ, നീ എന്തിനാ ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മ ധൃതി പിടിക്കാതെ, കല്യാണം കഴിഞ്ഞത് മുതൽ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അന്നു മുതൽ ഞാൻ പറയുന്നു, ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതുമായ കുട്ടി ഇവളല്ല എന്ന്. പക്ഷേ നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിന് തടസ്സം നിന്നു. പക്ഷേ ഏതൊരു കാര്യത്തിനും ദൈവം തരുന്ന ഒരു തെളിവില്ലേ മുത്തശ്ശി? ആ തെളിവാണ് ദേ ഇത്. ഇതെല്ലാം പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്ക. ആ ഫോട്ടോ ഇപ്പോൾ കമിഴ്ത്തി അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വരുൺ. കല്യാണ ദിവസം ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിരുന്നു. അത് എൻ്റെ ക്യാമറയിൽ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് വിവാഹ ആൽബത്തിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ പറയുന്നു. ആ സമയം കൽപ്പനയും അവിടേക്ക് വന്നിട്ടുണ്ട്. എവിടെ കാണട്ടെ വരുൺ. അങ്ങനെ വരുൺ പറയുന്നത് സത്യമാണെങ്കിൽ പകരം വന്ന് കയറിവിളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമല്ലോ എന്ന് കൽപ്പന പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, ആളി കത്തുന്ന തീയിൽ എണ്ണ എടുത്ത് ഒഴിക്കണ്ട. എന്നാൽ കൽപ്പന പറയുകയാണ് അതിന് മറുപടി, ആളി കത്തുന്നത് അവൻ്റെ മനസ്സല്ലേ, കത്തിച്ചത് ഞാനുമല്ല. പിന്നെന്താ എൻ്റെ പേരിൽ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ആദ്യം ഇതൊന്ന് കാണട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്തായാലും പ്രിയങ്കമ്മോളെ കണ്ടതും കല്യാണം ഉറപ്പിച്ചതും മണ്ഡപത്തിൽ കൊണ്ടുവന്നതും അവളെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ. ഞങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കിയോന്ന് അറിയണ്ടേ? അതെ, ഇതേതായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അമ്മ പറയുമ്പോൾ വരുണും പറയുന്നു, അതെ, ഇനിയിപ്പോൾ ഇതേതായാലും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല അമ്മേ. മുത്തശ്ശി, ബിജു, നിങ്ങൾ ഈ ആൽബം കുറേ പ്രാവശ്യം നോക്കിയതല്ലേ? അതിൽ ഒരെണ്ണം പോലും ഒഴിഞ്ഞ ആൽബം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയും ബിജുവും പറയുന്നു, ആൽബം കൊണ്ടുവന്നതില്ലേ ഉള്ളൂ, അതിനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ രണ്ടുപേരും പറയുന്നു. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോ ആൽബത്തിൽ നിന്ന് കീറിയെടുത്തതാണ് എന്ന് വരുൺ പറയുമ്പോൾ ബിജു ചോദിക്കുന്നുണ്ട്, ആര് കീറി? ഞാനും മുത്തശ്ശിയും ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. ഇത് കേട്ട് വരുൺ പറയുന്നു, അതെ, കള്ളത്തരം കാണിക്കുന്നവർക്ക് അധിക സമയമൊന്നും വേണ്ട, കൂടുതൽ ചോദ്യങ്ങളും തെളിവെടുപ്പും ഒന്നും വേണ്ട, ആദ്യം ഈ ഫോട്ടോ കാണട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ ഫോട്ടോ എടുത്തു വെച്ച് നോക്കി. വളരെ ടെൻഷനോടെ പ്രിയങ്ക നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വരുണിനോട്, ഇതാണോ നീ പറഞ്ഞ പെൺകുട്ടി? ഇതിലെവിടെയാടാ പെൺകുട്ടി? എന്താ നിനക്ക് പ്രശ്നം? എന്താണ് നിനക്ക് പറ്റിയത്? ഇതല്പം കൂടി പോകുന്നുണ്ട് കേട്ടോ. ദേ, ഈ ശൂന്യമായ ഫോട്ടോ കാണിച്ചാണോ നീ ഞങ്ങളെങ്ങനെ നിർത്തിയത്? എന്നാൽ ഇത് കണ്ട് കൽപ്പന ഇപ്പോൾ വരുണിനോട് പറയുന്നുണ്ട്, വരുൺ, ഈ കുടുംബത്ത് കുറച്ച് കാര്യബോധമുള്ളവനാണ് നീ എന്നാണ് ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇത് വളരെ മോശമായി പോയെന്ന് കൽപ്പന പറയുമ്പോൾ വരുൺ പറയുന്നു, അതെ, ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച പെണ്ണില്ല. അതെങ്ങനെയാണ് അപ്രത്യക്ഷമായി പോയെന്ന് ദേ ഒരാൾക്കറിയാം, ദേ ഇവൾക്ക്. ആൽബത്തിന് ഫോട്ടോ എടുത്തതും അത് കൊണ്ടുപോയി നശിപ്പിച്ചതും നീയാണ്, സത്യമല്ല എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, എനിക്കൊന്നും അറിയില്ല. ആൽബം മുത്തശ്ശിയുടെ കയ്യിലിരിക്കുമ്പോഴല്ലേ ഞാൻ അകത്തേക്ക് പോയത്, പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ അത് സത്യമാണെന്ന് ബിജുവും പറയുന്നു. എന്നാൽ വരുൺ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ തെളിവ് ഞാൻ തന്നാലോ? ഈ ഫോട്ടോ ഉള്ളതാണെങ്കിൽ അത് കീറിയെടുത്ത സ്ഥലത്ത് ഒരു ഒഴിവുണ്ടാകില്ലേ? ഉണ്ടാകുമെന്ന് കൽപ്പന പറയുന്നു. ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഈ ആൽബത്തിൽ ഒരു ഒഴിവുള്ളതും അത് പലവട്ടം മറിച്ചു നോക്കിയ മുത്തശ്ശിയും ബിജുവും കണ്ടിട്ടില്ല എങ്കിൽ അതാരോ കീറിയതാണെന്നല്ലേ? ഈ ഇരിക്കുന്ന ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് സത്യം, ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാമെന്ന് വരുൺ പറയുന്നു. ബിജുവിനോട് ആൽബം എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മുത്തശ്ശി ആൽബം പരിശോധിക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്കയെ കാണിക്കുന്നു. പ്രിയങ്ക കുറച്ച് മുന്നേ ആ ആൽബം എടുത്തിട്ട് അതിൻ്റെ ഒഴിവുള്ള സ്ഥലത്ത് വേറെ 2 ഫോട്ടോ എടുത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ടെൻഷനില്ലാതെ നിൽക്കുകയാണ് പ്രിയങ്ക. മുത്തശ്ശി ആൽബം നോക്കിയിട്ട് അതിലെങ്ങും ഒരു ഒഴിവും കാണാനുമില്ല. ഈ ആൽബത്തിൽ ഒരു കുറവുമില്ല, പിന്നെ നീ ഏത് ഫോട്ടോയുടെ കാര്യമാണ് പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് വരുൺ. എടാ മോനെ, നീ ഇവിടെ ഒരു കവലയിൽ നിന്നുകൊണ്ടല്ല ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്യുന്നത്. നിന്റെ അമ്മയും എന്നെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയും നാളെ നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ അത് എന്നെ കൊണ്ട് ഇല്ലാണ്ടാക്കോടാ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. നിനക്കൊരു സംശയം മാത്രം വിളിച്ചു പറഞ്ഞാൽ മതി. ഇത്രയും സമയം വരെ നമ്മുടെ മുന്നിൽ ഉരുകി നിൽക്കുന്നത് ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയോട് നിനക്കെന്താ പറയാനുള്ളത്? പറ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുകയാണ് വരുണിനോട്. ദേഷ്യത്തോടെ ആ ഫോട്ടോ എടുത്ത് കീറിക്കളയുകയാണ് വരുൺ. പ്രിയങ്കയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് വരുൺ അകത്തേക്ക് കയറി പോകുന്നു. ഏതായാലും ഈ ലോകത്ത് എങ്ങും നടക്കാത്ത വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ കല്യാണം ആരും മറക്കില്ല എന്ന് പറഞ്ഞ് കൽപ്പനയും ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. കൽപ്പനയും വരുണും പോയ സമയം സെന്റിമെന്റൽ എങ്ങനെയെങ്കിലും ഇവരെ മയക്കാനുള്ള പരിപാടിയാണ് ഈ പ്രിയങ്കയുടേത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കാണാൻ വേണ്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്ത എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ അമ്മേ, പക്ഷേ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്?
ഇത് കേട്ട് അമ്മ പത്മിനി പറയുന്നു, പോട്ടെ മോളെ, ചുറ്റുമുള്ളവർ മുഴുവനും ശത്രുക്കളാണ്. ഇനിയിപ്പോൾ അവൻ്റെ മനസ്സ് മാറാൻ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. മുത്തശ്ശിയുടെ അരികിലേക്ക് പോയി പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിയെ കണ്ട നിമിഷം മുതൽ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ മുത്തശ്ശിയെ കാണുന്നത്. ഞാൻ കാരണം മുത്തശ്ശി വരുണിനെ വെറുക്കരുത്. വരുണിനെ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ എന്നോട് ഇറങ്ങിപ്പോകാൻ മുത്തശ്ശി പറഞ്ഞാൽ മതി എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്തോ ഒരു കഷ്ടകാലം നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എല്ലാം നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഈ കണിമംഗലത്തെ സ്വത്താണ് നീ. എല്ലാം നീ മറന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് പ്രിയങ്കയും. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാധികയുടെ സ്ഥലത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അശ്വതിയും മാലിനിയും. ഇവിടെ ഷൂട്ടിംഗ് നടന്ന ഒരു അടയാളവും കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ മാലിനി ഐശ്വര്യയോട് പറയുന്നത്. എന്തായാലും ഇവിടെ ഷൂട്ടുണ്ടായിരുന്നല്ലോ, വിനയ് പ്രസാദിനെ കുറിച്ചോ കൂടെയുള്ള കുട്ടിയെക്കുറിച്ചോ ഇവിടെ ആർക്കെങ്കിലും അറിയാമോ എന്ന് നോക്കാം വാ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അകത്തേക്ക് വരുന്നു. ഇതേ സമയം മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു രാധിക. ഇപ്പോൾ ഐശ്വര്യയും മാലിനിയും തന്ത്രിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നമസ്കാരം തിരുമേനി, ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് കേട്ട് തന്ത്രി പറയുന്നു, ദൂരെ ദിക്കിൽ നിന്നും ഒരുപാട് പേര് ഇവിടേക്ക് വരികയും തൊഴുതു മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, തിരുമേനി, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഷൂട്ട് നടന്നില്ലേ? അവര് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ, ഇല്ല, ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് തന്ത്രിയും പറയുന്നു. ഇവിടെ അടുത്തെവിടെയോ അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് തിരുമേനിക്ക് അറിയാമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ, ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിൽ ശ്രദ്ധ ചെലുത്താറില്ല എന്നെ തന്ത്രി പറയുമ്പോൾ വീണ്ടും ഐശ്വര്യ ചോദിക്കുന്നു, ഇവിടെ വിനയ് പ്രസാദിൻ്റെ കൂടെ ഷൂട്ടിന് വന്നപ്പോൾ അനിയത്തി ഉണ്ടായിരുന്നോ എന്ന്. ഇത് കേട്ട് വീണ്ടും തന്ത്രി പറയുന്നു, ചിലപ്പോൾ ഉണ്ടാകും. അവരെയൊന്നും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. തൊഴുതോളൂ, ഞാൻ പൂജ കഴിഞ്ഞ് പ്രസാദം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയ സമയം രാധിക പൂ പറിക്കുകയാണ്. മാലിന്യോട് പുറത്തു പോയൊന്ന് അന്വേഷിക്കുക, ഞാൻ ഇവിടെ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് ഐശ്വര്യ പറയുന്നു. പിന്നെ അവിടുത്തെ മറ്റു പൂജാരിയോട് ചോദിക്കുകയാണ് ഐശ്വര്യ, വിനയ് പ്രസാദിൻ്റെ കൂടെ വന്ന ആരെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിനയ് പ്രസാദിൻ്റെ അനുജത്തി അറിയാമോ എന്നും ചോദിക്കുന്നു. പിന്നെ ശ്യാമ വാസുദേവന് ബ്ലഡ് കൊടുത്തതായിരുന്നു ആ കുട്ടി എന്നുകൂടി പറയുന്നുണ്ട് ഐശ്വര്യ. അന്ന് കാണാൻ പറ്റിയില്ല, അത് ആരാണെന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണാൻ വന്നത് എന്ന് ഐശ്വര്യ പറയുന്നു. അതിപ്പോൾ ഇവിടെ ആരോടെങ്കിലും അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ഞാൻ അന്വേഷിച്ചേക്കാമെന്ന് പൂജാരി പറയുന്നു. ഇതേ സമയം ഐശ്വര്യ ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ, ഇത്രയും നാൾ ഞാൻ ആസ്വദിച്ചതെല്ലാം കൈവിട്ടു പോകുമോ എന്നറിയുമ്പോൾ സഹിക്കില്ല, അതൊരിക്കലും കൈവിട്ടു പോകരുതേ എന്നൊക്കെയാണ് ഐശ്വര്യയുടെ പ്രാർത്ഥന. ആ പെൺകുട്ടി ഒരിക്കലും ശ്യാമയുടെ മുന്നിൽ എത്തരുതേ, അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെയായിരുന്നു ഐശ്വര്യയുടെ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഐശ്വര്യ ഇങ്ങനെ കണ്ണടച്ച് വീണ്ടും പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഐശ്വര്യയുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ് രാധിക. മുന്നിൽ വന്ന് നിന്ന് ആ തുളസിമാല അച്ഛന് കൊടുക്കുന്നുണ്ട്. പൂജയ്ക്കുള്ള ആവശ്യത്തിനായി തുളസിമാല കിട്ടിയതാണ് അവിടേക്ക് വെച്ചിരിക്കുന്നത്. അതെല്ലാം ഐശ്വര്യയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കണ്ണടച്ച് നിൽക്കുന്നതിനാൽ ഐശ്വര്യ രാധികയെ കാണുന്നതുമില്ല. പെട്ടെന്നല്ലായിരുന്നു പോയത്. കുറച്ചു നേരം അവിടെ നിൽക്കുകയും പൂവൊക്കെ എടുത്ത് കൊടുക്കുകയും പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാധിക അവിടെ നിന്ന് പോയത്. ഇത്രയും സമയം ഐശ്വര്യ കണ്ണടച്ചവിടെ നിൽക്കുകയായിരുന്നു. രാധിക പോയതിനു ശേഷം ഐശ്വര്യ കണ്ണു തുറന്നു. ശേഷം അല്പം മാറി നിന്ന് ഐശ്വര്യ ആരെ ഫോൺ വിളിക്കുകയാണ്. ഞാനിപ്പോൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലാണെന്നും ആ പെൺകുട്ടിയെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചു ആർക്കും വലിയ ധാരണയൊന്നുമില്ല. ഇതിപ്പോൾ കാര്യങ്ങൾ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും ശ്യാമയും ഒരു ഓട്ടപന്തയത്തിലാണ്. ആരായിരിക്കും ആദ്യം ആ പെൺകുട്ടിയെ കണ്ടെത്തുക എന്ന്. ഇതേ സമയം തിരുമേനി പ്രസാദം കൊടുക്കുകയാണ് എല്ലാവർക്കും. തൊട്ടരികിൽ തന്നെയുണ്ട് രാധികയും. ഐശ്വര്യയ്ക്ക് പ്രസാദം കൊടുക്കാൻ ഏൽപ്പിച്ചു വിടുന്നത് രാധികയുടെ കയ്യിലാണ്. അങ്ങനെ രാധികയാണ് ഐശ്വര്യയ്ക്ക് പ്രസാദം കൊടുക്കാൻ പോകുന്നത്. വക്കീലിനോടായിരുന്നു ഐശ്വര്യയുടെ സംസാരം. ശ്യാമ ഒരിക്കലും ജയിക്കാൻ പാടില്ല, ഏത് വിധേനയും അവളെക്കാൾ മുമ്പേ എനിക്ക് അവളെ കണ്ടെത്തണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം രാധിക അവിടേക്ക് വന്ന് മേഡം പ്രസാദം എന്നൊക്കെ പറയുന്നു. തിരിഞ്ഞു തന്നെ നിന്നുകൊണ്ട് ഐശ്വര്യ രാധികയ്ക്ക് നേരെ കൈ നീട്ടി. അങ്ങനെ രാധിക ആ പ്രസാദം ഐശ്വര്യയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനുമില്ല. പിന്നെ രാധിക മാലിനിയുടെ മുന്നിൽ കൂടെയാണ് നടന്നു വരുന്നത്. എന്നാൽ മാലിനി തിരിഞ്ഞു നോക്കിക്കൊണ്ട് വരുന്നതിനാൽ രാധികയുടെ മുഖം കണ്ടിട്ടില്ല. മാലിനി ഐശ്വര്യയോട് വന്ന് പറയുന്നു, മേഡം, അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ല എന്ന്. ഐശ്വര്യ പറയുന്നു, കീഴ്ശാന്തിയും അതാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം.